അപ്പോഴേക്കും ഇതെനിക്കൊരു സ്പെഷ്യൽ പൊതിയാണ് കേട്ടോ. വേണമെങ്കിൽ സ്നേഹത്തിൻ്റെ പൊതി അല്ലെങ്കിൽ വസ്തുവിൻ്റെ പൊതി എന്നൊക്കെ പറയാം. ഈ പൊതിയിൽ എന്താണെന്നല്ലേ, ഈ പൊതിയിൽ വേറെ ഒന്നല്ലേ, ചാമ്പക്കയുണ്ട്. ഇതെനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ, രാവിലെ ഞാൻ മുറ്റത്ത് തിരുമ്മിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ താത്ത വിളിച്ചിട്ട് തന്നാട്ടത്. ഇത് കണ്ടു കൊടുക്കുന്ന ഞാൻ ഈ വല്ല കൗതുകത്തോടെ ഇതെന്താ വെച്ചു. അപ്പോൾ ഇത് കുറച്ച് ചാമ്പക്കയാണ്, മരത്തിൽ നിറച്ച് പുളിറുമ്പാണ്, കൊണ്ട് കുറച്ച് കിട്ടിയിട്ടുള്ളൂ. ഇത് കുട്ടികൾക്ക് കൊടുത്തതാണ് കേട്ടോ. ഇത് കണ്ട പാടെ എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റു അടിച്ചു. അതെന്താന്നോ, പണ്ട് ഞങ്ങളുടെ ഉമ്മയുടെ വീട്ടിലാവുന്ന സമയത്ത് ഞങ്ങൾ പുതിയ വീട്ടിൽ ചാമ്പക്കട മരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും ഇവിടെ കൂടിയിട്ട് ചാമ്പക്ക പൊട്ടിക്കാൻ പോയിരുന്നു. ഒരു കവർ നിറയെ ചാമ്പക്ക പൊടിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ഉപ്പിലിട്ടും അച്ചാറിട്ടും ജ്യൂസടിച്ചും അങ്ങനെ പല വിധത്തിൽ ഞങ്ങളിത് കഴിച്ചു തന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ഇവിടെ ചാമ്പക്ക ഉണ്ടെങ്കിലും ആ മരം കൊണ്ട് ഞങ്ങൾക്ക് വലിയ ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ കിട്ടലില്ല ആവശ്യത്തിന്. അപ്പോൾ ആരെങ്കിലുമൊക്കെ തരുന്ന ചാമ്പക്കനെ കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത് കണ്ട പാടി എനിക്കതൊക്കെ ഓർമ്മ വന്നു. പെട്ടെന്ന് എൻ്റെ ആ കുട്ടിക്കാലത്തിലേക്കാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എന്തെന്നായാലും കിട്ടിയത് നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാം. അപ്പോൾ ഇത് ഇനി കഴുകി വൃത്തിയാക്കി ഉപ്പും മുളക് ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം. ഏതായാലും നോമ്പല്ലേ, നോമ്പിനിപ്പോൾ ഇതൊക്കെ കണ്ടാൽ കൺട്രോൾ പോകുന്ന എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ കൺട്രോൾ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ ഒരു പാത്രത്തിൽ നല്ലതായിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടോ. ഇനി എന്തെങ്കിലും വല്ല പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് പാറിക്കളഞ്ഞിട്ട് വെച്ചിട്ട്. പക്ഷേ ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല ഫ്രഷ് സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രമൊക്കെ ഇട്ട് നുറുക്കിയിട്ടു. അപ്പോൾ പിന്നെ ഞാൻ മുന്നേ വെള്ളത്തിലിട്ട് വെച്ച മാങ്ങയുടെ കുറച്ച് സുറുക്ക ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വെള്ളരിക്കനെ ഇട്ടൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ 2 പീസാക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത് കഴിക്കാമല്ലോ. നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലും എരിമ്പുളിയുള്ളത് കഴിക്കാൻ എനിക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾക്കൊക്കെ ഞാൻ തോന്നുന്നുണ്ടോ എന്താ അറിയില്ല. അപ്പോൾ തുടങ്ങിയ അസുഖമാണ്. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ.